ആദ്യമായി ആദം ഹൗവയെ കണ്ടുമുട്ടിയപ്പോൾ തുടങ്ങിയ മർമർ, the murmur of love. അറിയില്ല. ഡോക്ടർ, എന്താണ് മർമർ? അത് പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കാനുള്ളതാ. ഓ, ഇപ്പോ മർമർ എങ്ങനെയുണ്ട്? കുറച്ച് ആശ്വാസമുണ്ട്. ഇത് വെറും മർമറല്ല, ഒരുതരം ഞരമ്പുവാതാ. ആർത്രൈറ്റിസ്, റൊമാൻറ്റിക് ആർത്രൈറ്റിസ്. ആ, ഈ രോഗത്തിനൊരു കുഴപ്പമുണ്ട്. ഇറ്റ്സ് കണ്ടേജിയസ്. ചികിത്സിക്കുന്ന ഡോക്ടറിനും കൂടി ഇത് പകരും. ഞാൻ ചികിത്സിക്കട്ടെ? ചികിത്സിച്ചോളൂ. പക്ഷെ ഒരു ഇന്റൻസീവ്, ഒരു ഇന്റിമേറ്റ് കെയർ വേണം. എങ്കിലേ അസുഖം ഭേദമാകൂ. അറിഞ്ഞോ? എന്താ മോളെ? അവര് തമ്മിൽ ലൈനാ. ലൈനോ? ആ, സത്യം. ഡോക്ടർ അങ്കിളും ആന്റിയും ലൈനാ. ഇവിടെ എല്ലാവരും അറിഞ്ഞു. ലൈൻ എന്ന് പറഞ്ഞ എന്തുവാ? ഈ ഫാദറിന് ഒന്നും അറിയില്ല. ലൈൻ എന്ന് വെച്ചാ ഐ ലവ് യു എന്ന്. എടി താൻ തോന്നി കൊച്ചുവായി വലിയ വർത്താനം പറയുന്നു. ഇക്കണക്കിന് നീയൊക്കെ വളർന്നു വലുതായാൽ എന്തായിരിക്കും സ്ഥിതി? ഞാൻ പറഞ്ഞെന്താ പറയല്ലേ? ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. എന്താ രണ്ടുപേരും കൂടെ പിണങ്ങിയിരിക്കുകയാണോ? എങ്ങനെയുണ്ട് അച്ഛോ? ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. എന്താ ഫാദർ, വേദനയുണ്ടോ? വേദനയുണ്ട്, പക്ഷെ അതൊരു സുഖമുള്ള വേദനയാണ്. എന്താ അച്ഛോ? ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇങ്ങോട്ട് മാറി നിൽക്കു കൊച്ചേ. ഇനി എന്താ നിങ്ങളുടെ പരിപാടി? ഇത് പറയാനും കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്. നന്നായി മോളെ. 5-6 കൊല്ലമായിട്ട് ഞാൻ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം 4 മാസം കൊണ്ട് മോള് നേടിയെടുത്തല്ലോ. നന്നായി, മിടുക്കി. ഫാദർ വേണേ ഇത് നടത്തി തരാം. പിന്നെ അല്ലാതെ ആരാ നടത്തി തരേണ്ടത്? ആദ്യം നീ ധൈര്യമായിട്ട് പോയി പെണ്ണ് ചോദിക്ക്. അതല്ലേ എന്റെ മര്യാദ. അല്ല, അച്ഛൻ എങ്ങനെ ഇത് അറിഞ്ഞത്? നിങ്ങൾ തമ്മില് ഞങ്ങള് തമ്മിൽ ലൈനാണെന്ന് പറഞ്ഞു. ലൈനാ? ആര് പറഞ്ഞു? ഈ കാന്താരി. നോക്കട്ടെ, ആണോ? ഹലോ. ഹലോ, ഡോക്ടർ റോയി, വരൂ, അകത്തേക്ക് ഇരിക്കാം. ഡോക്ടർ റോയിയെ ഞാൻ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. ആനിമോള് വിവരങ്ങളൊക്കെ പറഞ്ഞു. ഫാദർ തയ്യലിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഫാദറും കൂടെ എൻ്റെ കൂടെ വരുമായിരുന്നു. കാരണവസ്ഥാനത്ത് എനിക്ക് മറ്റാരും ഇല്ലെന്ന് ഡോക്ടർക്ക് അറിയാലോ. അറിയാം. അളിയം മരിച്ച് പെങ്ങള് കിടപ്പായ പിന്നെ ആനിമോള് വളർത്തിയത് ഞാനാ. അവക്ക് നല്ലത് വരാനല്ലേ ഞാൻ ആഗ്രഹിക്കൂ. ഞങ്ങള് കുരിശിങ്ക തറവാട്ടുകാർക്ക് വേണ്ടതിലധികം പണവും പ്രതാപവും ഉണ്ടെങ്കിലും ഒരു ബന്ധം തിരഞ്ഞെടുക്കുമ്പോ മനസ്സുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും പഴഞ്ചന്മാരാ. കാപ്പി കുടിക്ക്. ടു ബി ഫ്രാങ്ക്, ഈ ബന്ധത്തിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ സമർത്ഥനായിരിക്കാം. പക്ഷെ പാരമ്പര്യം പോയിട്ട് ഒരു വീട്ടുപേരിന്റെ മേൽവിലാസം പോലും ഇല്ലാത്ത നിങ്ങൾക്ക് കുരിശിങ്ക തറവാട്ടിന്ന് എങ്ങനെ പെണ്ണ് തരും? കുടുംബ മഹിമയും പാരമ്പര്യവും ഒന്നും കണ്ടിട്ടല്ല ആനിയെ ഞാൻ സ്നേഹിച്ചതും ആനി എന്നെ സ്നേഹിച്ചതും. ആയിരിക്കാം. അവക്കൊരു തെറ്റുപറ്റിയാ തിരുത്തി കൊടുക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. വേണ്ടിടത്തും വേണ്ടാത്തടത്തും വഴക്കുണ്ടാക്കുന്ന സ്വഭാവം മാത്രമാണോ നിങ്ങൾക്ക്?
രാത്രി മൂക്കറ്റം കുടിക്കാത്ത ഒരൊറ്റ ദിവസമെങ്കിലും കൊണ്ടോടൂ. ആനിമോള് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ മറന്നേക്ക്. അവക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. അങ്കിൾ, നീയൊന്നും പറയണ്ട. നിന്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ സംസാരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞാണ് ശരി. ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. പുരാതനവും പ്രശസ്തവുമായ കുരിശിങ്കൽ തറവാട്ടിലെ ആനിയെ കെട്ടാൻ ഈ മഹാനഗരത്തിലെ ഏതോ ഒരു കൊച്ചു ചേരിയിൽ ജനിച്ച് ഒരു വീട്ടുപേരിന്റെ മേൽവിലാസം പോലും ഇല്ലാത്ത അനാഥനായ എനിക്ക് എന്താണ് യോഗ്യത? വിദ്യാഭ്യാസ യോഗ്യത കുടുംബ മഹിമയുള്ളവർക്കേ മാറ്റുകൂട്ടു. ഐ എം സോറി. റോയ്, ഇയാളെങ്ങോട്ടാ ഈ രാത്രി പോണേ? ഇനി ഇതുപോലെ ഉറക്കൊളിച്ച് എന്റെ ജീവിതം ഇവിടെ തളച്ചിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വേളാങ്കണ്ണിക്ക് പോവാ, അവിടെ നിന്ന് നാട്ടിലേക്ക് മതിയായി. താനും കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോവാൻ. പൊയ്ക്കോ, ഞാൻ ആരും ഇല്ലാത്തവനല്ലേ, പൊയ്ക്കോ. മോഹങ്ങളൊന്നും ഇല്ലാത്ത എന്നെ ഒരുത്തി വെറുതെ മോഹിപ്പിച്ചു. എന്നിട്ട് കുടുംബ മഹിമയുടെ കാര്യം പറഞ്ഞ് അവരെന്നെ ആട്ടി ഇറക്കി വിട്ടു. പടി ഇറങ്ങിയപ്പോഴും ഞാൻ വിചാരിച്ചു അവള് കൂടെ വരുന്നു. അവള് വന്നില്ല. ഇനി താൻ മാത്രമായിട്ട് ഇവിടെ നിൽക്കുന്നതിന് പോടോ, താൻ പൊയ്ക്കോ, പോടോ. ഞാൻ പോയിക്കോളാം. താൻ പൊയ്ക്കോ, പോ. ഞാൻ പോവാ. ആ എന്തിനാ രാജകുമാരി ഈ രാത്രി ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? എന്റെ ഇല്ലായ്മകളുടെ ബാക്കി കണക്കെടുക്കാൻ? അത് എന്റെ ഈ അനാഥന്റെ ഇച്ചിരി മനസ്സമാധാനം ബാക്കിയുള്ള നശിപ്പിക്കാനോ? അനാഥൻ, ആ ഒരൊറ്റ വാക്കിൽ തലകുനിച്ചിറങ്ങിപ്പോന്ന റോയിയല്ല ഞാൻ സ്നേഹിച്ചത്. വേണ്ടതിനും വേണ്ടാത്തതിനും ചൂടാവുന്ന തന്റേടിയായ ഡോക്ടർ റോയിയുടെ ഉള്ളിലെ മനുഷ്യനെയാണ് ഞാൻ സ്നേഹിച്ചത്. ആക്ഷേപിച്ചതിലും അപമാനിച്ചതിലും അല്ല റോയ് തല കുനിച്ചത്. നിന്റെ മൗനം അതാണ് എന്നെ തളർത്തിയത്. നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെയും കൊണ്ട് ഞാൻ അവിടെ ഇറങ്ങുള്ളായിരുന്നു. സംസാരശേഷി നഷ്ടപ്പെട്ട് തളർന്നു കിടക്കുന്ന എന്റെ അമ്മയെ വിട്ടിട്ട് എനിക്കപ്പോ വരാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്റെ അമ്മ റോയിയോടൊപ്പം ജീവിക്കാൻ സന്തോഷത്തോടെ അനുഗ്രഹിച്ചപ്പോ എല്ലാം വിട്ടെറിഞ്ഞ് ഞാൻ വന്നു. എക്സ്ക്യൂസ് മീ, ഇനി എനിക്ക് വേളാങ്കണ്ണിക്ക് പോകാനും എന്നുള്ളതെല്ലാം ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ഒരുപാട് ദിവസങ്ങൾ, അല്ല, ഒരുപാട് ഒരുപാട് വർഷങ്ങൾ, ഒരുപാട് ഒരുപാട് ജന്മങ്ങൾ.
നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ഒരു ജന്മേ ഉള്ളൂന്നാ. വിശ്വാസം വേറെ, ആഗ്രഹം വേറെ. റോയ്, ഉം. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ? ഉം. കാര്യം കേട്ടിട്ട് പറയാം. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞു നടന്ന ആളല്ലേ? അതെ. ഉം. പിന്നെന്തിനാ എന്നെ? നിന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട്. എന്താ അത്രയ്ക്ക് ഇഷ്ടം തോന്നാൻ? അതാണ് ഞാനും ആലോചിക്കുന്നത്. നിന്റെ ഈ ഉണ്ട കണ്ണ് കണ്ടിട്ടാണോ, അതോ ഈ പടവലങ്ങ പോലത്തെ മൂക്ക് കണ്ടിട്ടാണോ, അതോ ഈ പഞ്ചാര ചിരി കണ്ടിട്ടാണോ? റോയ്, ഇതൊന്നുമല്ല. ഈ തവളയില്ലേ, തവളയുടെ മുഖം പോലുള്ള ഡോക്ടർ കുരിശിങ്കലിന്റെ നീസായത് കൊണ്ടാണോ? വേണ്ട, ഒന്നും പറയണ്ട. നീ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതല്ലേ. എന്തിനാ മോളെ ഇത്രയും ഡ്രസ്? 3 ദിവസത്തെ കോൺഫറൻസ് അല്ലേ ഉള്ളൂ. രാവിലെയും വൈകുന്നേരം ഓരോ സെഷന് പോകുമ്പോഴും ഓരോ ഡ്രസ് ഇടണം. കൂടുതൽ ഇരിക്കട്ടെ. അതിന് ഞാൻ അവിടെ പോയി ജസ്റ്റ് ഒന്ന് തല കാണിച്ചിട്ട് അടുത്ത ഫ്ലൈറ്റ് തിരിച്ചു പോരും. അതൊന്നും വേണ്ട. നാഷണൽ ലെവലിലുള്ള സർജൻസ് കോൺഫറൻസാ. 3 ദിവസം അറ്റൻഡ് ചെയ്തിട്ട് പേപ്പറും പ്രസന്റ് ചെയ്തിട്ട് വന്നാ മതി. അയ്യരാ ഭാഗ്യവാൻ. അയ്യര് പറയാറുണ്ട്, ഒരു ദിവസം അയ്യരെ കണ്ടില്ലെങ്കിൽ സുബ്ബമ്മാൾ പൊട്ടിക്കരയെന്ന്. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം പോലും ആയില്ല. പൊട്ടിക്കരച്ചിൽ പോയിട്ട് ഒരു ഗദ്ഗതം പോലും ഇല്ല. എന്തു പറ്റി? ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം പിരിഞ്ഞിരിക്കാൻ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല. പക്ഷെ ഞാൻ വിവാഹം കഴിച്ചത് പ്രശസ്തനായ ഒരു ഡോക്ടറെയാണ്. ഞാൻ കാരണം ആ സൽപ്പേരിനൊരു കുറവ് വരാൻ പാടില്ല. നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല. ആരോരും ഇല്ലായിരുന്നു എനിക്ക്. നീ ഭാര്യ മാത്രമല്ല, എല്ലാമാണ്. ഇതുവരെ കിട്ടാതിരുന്ന സ്നേഹം ഒരുമിച്ച് കിട്ടിയപ്പോ എനിക്ക് നിന്നെ ഒരു നിമിഷം പിരിഞ്ഞിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഡോക്ടർ റോയ് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഭാര്യയുടെ അടുത്ത് ഓടിയെത്തുന്നതാണ്. എന്താ രാവിലെ രണ്ടുപേരും കൊണ്ടൊരു ബഹളം? ഒന്നുമില്ല, ഞാൻ ബോംബെ വരെ ഒന്ന് പോവാ. അപ്പൊ അച്ഛൻ എന്താ രാവിലെ? ഞാനേ ആ, വെറുതെ ഒന്ന് കയറിയതേ ഉള്ളൂ. ആ, ഞാന് എന്നാലേ നീ ഇറങ്ങിക്കോ, ആ, ഇറങ്ങിക്കോ. ആ, കഴിഞ്ഞോ? അങ്ങനൊന്നുമില്ല. ഞാൻ സത്യത്തിൽ റോയി ഒന്ന് കാണാൻ വന്നതാ. പക്ഷെ ഒരു വഴിക്ക് പോവാൻ നിൽക്കുമ്പോ എങ്ങനാ പറയുന്നേ, അതുകൊണ്ട് പറഞ്ഞില്ല. എന്താ അച്ചോ? എനിക്ക് വീണ്ടും ഒരു പെയിൻ ഇടതുവശത്താ. അതിനെന്താ അച്ചോ? ഞാൻ ഹോസ്പിറ്റലിലോട്ടാ. അച്ഛനും പോരെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്കപ്പ് ചെയ്യാം. ചെക്കപ്പൊക്കെ ചെയ്യാം, പക്ഷെ ഈ കുത്തിവെപ്പ്, ബ്ലഡ് ടെസ്റ്റിംഗ് അതൊന്നും പാടില്ല. No problem, doctor. I will take care of that. എക്സ്ക്യൂസ് മീ ഡോക്ടർ. Sure. Yes. ഡോക്ടർ, പ്ലീസ് ഹാവ് എ ലുക്ക് അറ്റ് ദിസ്. ഞാൻ ഷോക്ക്ഡ് ആയിപ്പോയി. സീ, 1 kidney is missing. അതിന് ഷോക്ക്ഡ് ആകാനൊന്നുമില്ലല്ലോ. ആരുടെയോ ജീവൻ രക്ഷിക്കാൻ ഒരു വൃക്ക ദാനം ചെയ്ത നല്ല മനസ്സുള്ള ഏതോ ഒരാളുടെ എക്സ്റേ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് കിഡ്നി വിറ്റ ഒരാളുടെ എക്സ്റേ. ഈ 2 കാറ്റഗറിയിലും നമ്മുടെ ഫാദർ പെടില്ലല്ലോ. ഏത് ഫാദർ? ഫാദർ തയ്യൽ, യുവർ പേഷ്യന്റ്. ഫാദർ തയ്യലോ? വെറും ഒരു ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ വിറയ്ക്കുന്ന ഫാദർ ഒരു മേജർ സർജറിക്ക് സമ്മതിച്ചു കാണൂ? തന്നെയല്ല, ഇങ്ങനൊരു ഹിസ്റ്ററി പറഞ്ഞതായി എനിക്ക് ഓർമ്മയില്ല. ആ, ഫാദർ തയ്യലിൻ്റെതായതുകൊണ്ട് പിന്നെ സംശയിക്കാനൊന്നുമില്ല. ഇതൊരു കോൺജിനറ്റൽ അബ്നോർമാലിറ്റിയാണ്. എന്ന് വെച്ചാൽ ജന്മനാൽ ഒരു കിഡ്നി മാത്രമുള്ള അവസ്ഥ. ആ, അതിരിക്കട്ടെ. ഇപ്പൊ എന്താ ഈ എക്സ്റേയും മറ്റും എടുത്ത് നോക്കാൻ? ഇന്ന് രാവിലെ ഫാദർ വന്നിരുന്നു, നല്ല ബാക്ക് പെയിനുമായിട്ട്. ഒരു റൂട്ടീൻ ചെക്ക്. ഏതായാലും ഫാദർ തയ്യൽ എന്റെ പേഷ്യന്റ് അല്ലേ, എന്നെ ഒന്നൊന്ന് കാണാൻ പറയും. ഡോക്ടർ, യെസ്. എക്സ്റേ. ഓ, സോറി.
ഇതെന്തിനാ മോളെ ഈ പഴയ സാധനം? ഏയ് ഒന്നുമില്ല. പഴയ എക്സ്റേയും പുതിയ എക്സ്റേയും കൂടി ഒന്ന് കമ്പയർ ചെയ്യണമായിരുന്നു. അത് കുഴപ്പമില്ല, പക്ഷെ 5-8 കൊല്ലം മുമ്പ് എടുത്തതാ. അപ്പൊ ഈ ആന്തരാവയവങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ചില തേയ്മാനമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അതിന്റെ ഒരു കൺസിഡറേഷൻ. ഞാൻ വരട്ടെ. അല്ല, ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ? ഏ ഇല്ല. ഓ, സർ, ഡോക്ടർ ആനി ഫാദർ തയ്യലിന്റെ ഓപ്പറേഷന് മുൻപും പിൻപുമുള്ള എക്സ്റേ പരിശോധിക്കുകയാണ്. ഒരു കിഡ്നി മിസ്സായെന്നുള്ള കാര്യം ആനിക്ക് മനസ്സിലായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോണ്ട് വറി, എന്താ വേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം. ഐ വിൽ മാനേജ്. പുലർച്ചയ്ക്ക് സൈക്കിൾ നന്നാക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ കണ്ണു തുറന്നപ്പോ ഹോസ്പിറ്റലിലാ. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കേസ് ഹിസ്റ്ററി വായിച്ച് മനസ്സിലാക്കി. ഞാനിപ്പോൾ ഇങ്ങനെയുള്ള ആക്സിഡന്റ് കേസിനെ കുറിച്ച് ഒരു റിസർച്ചിലാ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, പുതിയൊരു എക്സ്റേ എടുക്കാൻ എന്നെ അനുവദിക്കണം. വൈ നോട്ട്? യു ആർ വെൽക്കം. താങ്ക് യു. ഹലോ. ഹലോ, ഡോക്ടർ റോയി മാത്യു ഉണ്ടോ? ഇല്ലല്ലോ. എന്നാ മിസ്സസ് റോയിയെ വിളി. മിസ്സസ് റോയ് ആണ് സംസാരിക്കുന്നത്. ആരാ? ഞാനോ? ഞാൻ നിന്റെ കെട്ടിയവൻ മിസ്റ്റർ റോയ്. റോയോ? എവിടുന്നാ? ഞാനിങ്ങെത്തി, ഇവിടുത്തെ എയർപോർട്ടിൽ നിന്നാ. നാളെ വരുമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് നിന്നെ കാണണം തോന്നി, ഞാനിങ്ങി പോന്നു. നീ ഇല്ലാതെ എന്തോന്ന് കോൺഫറൻസ്. വാട്ട്സ് ലൈഫ് വിതൗട്ട് എ വൈഫ് മൈ ഡിയർ. റോയ് ഇങ്ങ് വേഗം വാ. ഐ ഹാവ് സർപ്രൈസ് ഫോർ യു. ഞാനും വലിയൊരു സർപ്രൈസുമായിട്ടാണ് വന്നിരിക്കുന്നത്. മോളെ എളുപ്പം റെഡിയാകുക, നമുക്കിന്ന് ഡിന്നർ വിളിക്കുന്നു. ഓക്കെ? ഓക്കെ ഓക്കെ, എളുപ്പം വാ. എളുപ്പം വന്നെങ്കിൽ തരാറുള്ളത് വേഗം താ. ഫോണിലൂടെയോ? ഓ റോയ്, വേഗമാവട്ടെ, ഐ എം വെയിറ്റിംഗ്. കിട്ടിയില്ലല്ലോ. ഹലോ ഡോക്ടർ. ഹലോ. ഭാര്യ വിളിക്കാനാ? അല്ല, വല്ലപ്പോഴൊക്കെ ഭാര്യയെ വിളിക്കണ്ടേ? എന്തത്?